എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ജയ്ഷാ ആ നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ്. പുതിയ ഷെഡ്യൂൾ ഒരാഴ്ചയ്ക്ക് ശേഷം ആരംഭിക്കുകയും IPL വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ച് ജയ്ഷാ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. IPL പുനരാരംഭിക്കുന്ന പുതിയ തീയതിയാണ് ജയ്ഷാ പുറത്തുവിട്ടത്. ഇനി ഈ ദിവസമായിരിക്കും IPL 2025 ശേഷിക്കുന്ന മത്സരങ്ങൾ നടക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ജയ്ഷായ്ക്ക് ഇത്ര വലിയ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടി വന്നതെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത യുദ്ധം ആരംഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും IPLുമായി ബന്ധപ്പെട്ട് ജയ്ഷാ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുമെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് IPL എപ്പോൾ എവിടെ നടത്തുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ ഓരോന്നായി നിരവധി ആക്രമണങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അതിന് അവർക്ക് ശക്തമായ തിരിച്ചടിയും ഇന്ത്യ നൽകി. ബുധനാഴ്ച പാകിസ്ഥാൻ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളുമെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് തകർത്തെറിയുകയാണ് ഉണ്ടായത്. എങ്കിലും ഈ ആക്രമണത്തിന്റെ ഫലം IPLനെയും മാരകമായി ബാധിച്ചിരിക്കുകയാണ്. ധർമ്മശാലയിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടക്കുകയായിരുന്ന മത്സരം പെട്ടെന്നാണ് റദ്ദാക്കി എന്ന അറിയിപ്പ് വന്നത്. ധർമ്മശാലയും പത്താൻകോട്ടും തമ്മിലുള്ള ദൂരം വെറും 90 കിലോമീറ്റർ മാത്രമാണ്. അതിനാൽ ഇത് റദ്ദാക്കുക എന്നത് ഏറ്റവും ഉചിതമായ നടപടിയായിരുന്നു. ഈ മത്സരം റദ്ദാക്കിയ ശേഷം BCCIയും IPL ചെയർമാനും ഒരു പ്രത്യേക യോഗം ചേരുകയുണ്ടായി. രാജ്യത്തെ സാഹചര്യം ശാന്തമായ ശേഷം IPL ഉടൻ പുനരാരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തു. അതിനാൽ IPL സീസണിൽ ഇതുവരെ 58 മത്സരങ്ങളാണ് പൂർത്തിയായത്. ലീഗ് ഘട്ടത്തിലെ 12 മത്സരങ്ങൾ ബാക്കിയുണ്ട്. മാർച്ച് 22-ന് ആരംഭിച്ച IPLൽ 10 ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. ഫൈനലിൽ ഉൾപ്പെടെ ആകെ 74 മത്സരങ്ങൾ നടത്താനായിരുന്നു നടപടി. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ലീഗ് ഇവിടെ നിർത്തിവെച്ചു. അതിനുശേഷമാണ് പുതിയ ഷെഡ്യൂൾ പുറത്തിറക്കിയത്. ഇന്ത്യയിലെ സാഹചര്യം ശാന്തമാകുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ IPL വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. IPL തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. ജയ്ഷായും IPL ചെയർമാനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയ്ഷാ ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. IPL 2025 ശേഷിക്കുന്ന മത്സരങ്ങൾ എപ്പോൾ എവിടെ വെച്ച് നടത്തും എന്നെല്ലാം തന്നെ അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ വിശദീകരിച്ചിട്ടുണ്ട്. യോഗത്തിനു ശേഷം വികാരഭരിതമായ മനസ്സോടെയാണ് ജയ്ഷാ പ്രസ്താവന നടത്തിയത്. രാജ്യത്തെ സാഹചര്യം മോശമായതിനാലാണ് ഇപ്പോൾ IPL നിർത്തിവച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ സംഘർഷം നിലനിൽക്കുകയുമാണ്. നമ്മുടെ സൈനികർ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ചില സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ IPL നിർത്തിവച്ചിരിക്കുന്നത്. IPL രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിലെ സാഹചര്യം ശാന്തമായതിന് ഒരാഴ്ചയ്ക്ക് ശേഷം നടക്കും എന്നത് ഉറപ്പാണ്. ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർന്നുവെന്നത് സത്യമാണ്. IPL ഇടയ്ക്ക് നിർത്തിവെച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദന നിറഞ്ഞ തീരുമാനമായിരുന്നു. പക്ഷേ കളിയേക്കാൾ വലുത് രാജ്യമാണ്. രണ്ടാം ഘട്ടത്തിൽ IPL നടക്കുകയാണെങ്കിൽ അത് ഈ മാസം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ശേഷിക്കുന്ന മത്സരങ്ങൾ തീർച്ചയായും സംഘടിപ്പിക്കും. ഞങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിവരികയാണ്. ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. എന്നാൽ ഇപ്പോഴത്തെ സമയം IPL നടത്താൻ അനുയോജ്യമല്ല. എല്ലാ ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, മികച്ച കളിയാണ് കളിക്കുന്നത്. പഞ്ചാബിന്റെയും ഡൽഹിയുടെയും മത്സരം ഞങ്ങൾക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അതുമാത്രമല്ല, ജയ്ഷാ തുടർന്നും പ്രസ്താവനയിൽ പറഞ്ഞു, ഈ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഉടൻ തന്നെ IPL പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്ന്. ആരാധകർ നിരാശപ്പെടേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ലക്ഷക്കണക്കിന് സൈനികരാണ് അതിർത്തിയിൽ നമ്മുടെ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. IPL നമുക്ക് പിന്നീട് കളിക്കാം. അപ്പോൾ IPL 2025 ശേഷിക്കുന്ന മത്സരങ്ങൾ എപ്പോഴാണ് നടക്കുക എന്ന് ജയ്ഷാ തന്നെ പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.